എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എനിക്കങ്ങനെ തുടക്കം പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് പ്രത്യേകിച്ച് എല്ലാ ആണുങ്ങളോടും അല്ല, ആണുങ്ങളോട് പറയാനുള്ളത്. കാരണം പെണ്ണുങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ വീട്ടിൽ പണി ചെയ്യുന്നതൊന്നും ജോലിയല്ല. കാരണം രാവിലെ ഉറങ്ങി എണിച്ചതും നമ്മൾ അവർക്ക് ചായ എന്താ പറയുക, ഉറങ്ങി എണിച്ച് കുട്ടികളുണ്ടെങ്കിൽ ചായ വെച്ച് കൊടുത്ത്, പിന്നെ രാവിലേക്കുള്ള ടിഫിൻ എന്താ വെച്ചിട്ട് ഉണ്ടാക്കി, പിന്നെ ചോറ് വെച്ച് കറി, ഉച്ചക്കൽക്കുള്ള കറി, ചോറ്, പിന്നെ കുട്ടികളെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂളിലേക്ക് അയക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഹസ്ബൻഡുമാർ പണിക്ക് പോകണമെങ്കിൽ അവർക്കുള്ള ടിഫിൻ ബോക്സിൽ ചോറാക്കി കറിയാക്കി കൊടുത്ത്, പിന്നെ എന്നിട്ടാണ് നമ്മൾ എല്ലാം കഴിഞ്ഞ് 11 മണി 10 ആവും നമ്മൾ വല്ല ഭക്ഷണവും കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ വേറത് എന്താ പറയുക, ചെറിയ അവൾക്കുള്ള ഇത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടിച്ച് തുടച്ച് അവളെ ഉറക്കി, ചിലപ്പോൾ ഈ ഉറക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു തുടക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ അടിയും തൊടയും കഴിയുമ്പോഴേക്കും കുട്ടി എണിക്കും. പിന്നെ കുളിക്കാനും കൂടി സമയം ഉണ്ടാവില്ല. പിന്നെ അലക്കല് കുളിക്കല് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കട്ടെ പറഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരാനാണ്. സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഇനി എന്തെങ്കിലും ചായയും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ പറഞ്ഞ് പിന്നെ അങ്ങനെ 2:30 ആകുമ്പോഴേക്കും അത് ചെയ്യാൻ തുടങ്ങും. അവർ 3-3:30 ആകുമ്പോഴേക്കും വരില്ല. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ചെറിയ കുട്ടിയും കൂടി ഉള്ളവർ നോക്കേണ്ടത്. അത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് 3-3:30 ആകുമ്പോഴേക്കും നമ്മൾ അവർക്ക് ചായ കഴിക്കാനാക്കും. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് വൈകുന്നേരത്തിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടേ പറഞ്ഞ് പിന്നെ വൈകുന്നേരത്തിനുള്ള ചോറാണെങ്കിൽ ചോറ്, ടിഫിനാണെങ്കിൽ ടിഫിൻ, കറി ഇതെല്ലാം വെക്കണം. ഇതെല്ലാം വെച്ച് കഴിയുമ്പോഴേക്കും കുട്ടികൾ ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരിനെ ഒപ്പമൊക്കെ അപ്പോഴേക്കും ഭർത്താക്കന്മാർ പണിമാറി വന്നിട്ടുണ്ടാകും. അപ്പോഴേക്കും അവർക്ക് ചായ വെച്ച് കൊടുത്തതൊന്നും എന്താ പറയുക, ഭാര്യമാർ കിടക്കാൻ പോകുമ്പോൾ സമയം 10 മണി, അവർ ഇത്തിരി നേരം ഇരിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നേരത്തിന് അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ വർക്ക് ചെയ്ത് വരും. എല്ലാവരും അല്ല ഞാൻ പറയണം, അവർ വർക്ക് ചെയ്ത് പണി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കറക്റ്റ് സമയത്തിന് കിട്ടണം, വെക്കണം, അല്ലെങ്കിൽ വഴക്കാവും വീട്ടിലല്ലേ, വീട്ടിൽ വഴക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ പണി ചെയ്ത് എന്താ പറയുക, ഇത്രയും പണി ചെയ്തിട്ട് അവസാനം നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു നല്ല വാക്കും കൂടി പറയില്ല. അവസാനം എനിക്ക് ഇവിടെ ഈ വീട്ടിൽ എന്താ പണി, എനിക്ക് എന്താ ഇവിടെ പണിയെന്നില്ല അവസാനം നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആരും കുറ്റം പറയലാണെങ്കിലേ, അപ്പോൾ ഒരിക്കലും അവരോട് അങ്ങനെ പറയരുത്. അപ്പോൾ ഞാൻ എന്നോട് തമാശക്കാണെങ്കിൽ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര സങ്കടമാണ്. അതേപോലെ തന്നെ എല്ലാ പെണ്ണുങ്ങളും എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും അവരോട് അങ്ങനെയുള്ളൊരു വാക്ക് ഇറക്കരുത്. രണ്ട് തല്ലി ആ വേദന അപ്പോഴേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ മാറും. പക്ഷെ ആ പറയുന്ന വാക്കുകളില്ലേ, അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ ജോലി ചെയ്ത് ഇത്തിരി നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പണിമാറി വരുമ്പോൾ നമ്മൾ ഇത്തിരി TV ഓണാക്കി ഇരിക്കുന്നുണ്ടാവും. അപ്പോഴായിരിക്കും ചില ഭർത്താക്കന്മാർ വിടും, നീ ഏത് സമയം 24 മണിക്കൂറും TV കാണുന്നു, അല്ലെങ്കിൽ ഫോൺ എടുത്തിരിക്കുന്നുണ്ടാവും. 24 മണിക്കൂർ ഫോൺ നോക്കി ഇരിക്കുകയല്ല നിന്റെ പണി, ഇവിടെ എന്താ നിനക്ക് പണിയെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടീനുണ്ടെങ്കിൽ അവളെ ഉറക്കിയിട്ട് മെല്ലെ ഫോൺ എടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ TV ഓണാക്കിയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഈ വാക്ക് കേൾക്കുന്നത്. അതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം, നമ്മളും തിരിച്ച് എന്താ പറയുക, അവർ വരുന്ന സമയത്ത് ഫോൺ നോക്കി എത്ര പണി കഴിഞ്ഞ് വന്നാലും എത്ര പണി ചെയ്താലും ഇത്തിരി അവർ വരുന്ന സമയത്ത് നമ്മൾ ഫോൺ നോക്കി ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ചിലപ്പോൾ അവർ ഓഫീസിൽ വല്ല ടെൻഷനും കൊണ്ടായിരിക്കും അവർ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ ഫോണോ TV നോക്കി ഇരിക്കുമ്പോൾ ആ ദേഷ്യം മുഴുവൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് തീർക്കും. അപ്പോൾ കറക്റ്റായി വരുന്ന സമയം അറിയുന്നവരാണെങ്കിൽ ആ സമയത്ത് ദയവ് ചെയ്ത് ആ ഫോണായാലും TV ആയാലും തിരി നമ്മൾ കാണാതിരിക്കുക. നിങ്ങൾ അതായത് വൈഫുമാര് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി വീട്ടു ജോലി ചെയ്ത് അതൊരു അവരുടെ ഇതിൽ പെടുന്നില്ല. എല്ലാവരിനെയും എല്ലാം ഉദ്ദേശിച്ച് പറഞ്ഞ് പൊതുവേ ഞാൻ പറയണം. അപ്പോൾ ഇതേപോലെ എത്ര ഭാര്യമാർ കേട്ടിട്ടുണ്ടാവുമെന്നും എനിക്കറിയില്ല. പരമാവധി കേൾക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിക്ക് നല്ല സങ്കടമുണ്ട്. ആള് തമാശ രീതിയിലായിരിക്കും പറഞ്ഞത്, പക്ഷെ അത് എത്രത്തോളം നമ്മുടെ മനസ്സിൽ അത് വേദനിക്കും
എന്നവർ ചിന്തിക്കണം. കാരണം അവര് രാവിലെ എണിച്ച് വർക്കിന് പോയി വൈകുന്നേരം വരുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ചെയ്യുന്നത് ഇവിടെ അവര് പണിക്ക് പോയി ചെയ്യുന്നുണ്ടാവില്ല, പെണ്ണുങ്ങൾ വീട്ടിൽ ചെയ്യുന്നത്. കാരണം ഞാൻ മറ്റുള്ളതിന് ഞാൻ പറയില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ 4 കുട്ടികളെ നോക്കി സ്കൂളിലേക്ക് അയച്ച്, പിന്നെ എൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയുള്ളത് കൊണ്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അമ്മ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ പറയാം, 4 കുട്ടികളെ നോക്കി നല്ല പണിയുണ്ട്, വീട്ടിലെ പണി ചെയ്ത് എല്ലാം നല്ല ഒരിതുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് പറൂട്ടി അവസാനം നമ്മളിങ്ങനെ പറയുമ്പോഴില്ലേ, വേറെ ഒന്നും വേണ്ട, ഒരാശ്വാസ വാക്കാണ് നമുക്ക് വേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ വാക്ക് എനിക്കിത് കേട്ടപ്പോൾ, നിനക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ എന്താ പണി, നീ മിണ്ടാതിരിക്കില്ല. അപ്പോൾ കുട്ടികളെ എന്തിനും ട്യൂഷൻ അയക്കണം, ട്യൂഷൻ അയക്കണം. അപ്പം നിനക്ക് പഠിപ്പിച്ചു കൊടുത്തൂടെ, നീ ചുമ്മാ വെറുതെ ഇരിക്കല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ പണി, ചോറ് വെക്കുക, കറി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അലക്കലും ഇതെല്ലാം ഉള്ളൂ എന്നൊരു ബേസിൽ തമാശ രീതിയിൽ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതും എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം നിറയെ വന്നു. കാരണം നമ്മൾ തമാശക്കാണെങ്കിൽ കൂടി അങ്ങനെ ഒരിക്കലും ഒരാളെ പറയരുത്. എനിക്ക് അതാ പറയാനുള്ളൂ. കാരണം ഇപ്പം സമയം 7 മണിയാണ് രാത്രി. ഈ 7 മണിക്ക് ഈ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഈ വിഷമം ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എത്രത്തോളം മനസ്സിക്ക് തട്ടിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അത്രയ്ക്ക് ഞാൻ എന്താ പറയുക, എനിക്ക് ഇനി അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ള എല്ലാവരോടും പാറൂട്ടി, അപ്പം എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരാളും തമാശ രീതിയിലാണെങ്കിൽ കൂടി ഭാര്യമാരെ ഇങ്ങനെ പറയരുത്. കാരണം അവർ ചെയ്യുന്നതും ഒരു ജോലിയാണ്. ഈ ആണുങ്ങൾ ആണുങ്ങൾ പണിക്ക് പോയി ചെയ്യണേനും വെച്ച് കൂടുതൽ വീട്ടിൽ അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു നല്ലൊരു വാക്കാണ് വേണ്ടത്, വേറെ ഒന്നും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ ഒരു വാക്ക് ഒരിക്കലും ഒരാളെയും പറയരുത്. ഒരു വാക്കും ഒരാളെയും പറയരുത്. അതാ പറയാനുള്ളൂ. അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞത്. എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും വിഷമവും ഇതൊക്കെ തോന്നി. പക്ഷെ അത് നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊരു മനസ്സിക്ക് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. അപ്പം ഞാൻ തമാശ രീതിയിലായാൽ കൂടി എന്താ പറയുക, ഒരാളിങ്ങനെ പറയരുത്. പിന്നെ ആണുങ്ങൾ ചെയ്യുന്ന, ഹസ്ബൻഡ് ചെയ്യുന്ന, അവർക്കും നല്ല കഷ്ടമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ അവർക്ക് നല്ല ടയേർഡുണ്ട്. അവർ ചെയ്യുന്നത് നല്ല കഷ്ടമുള്ള പണി തന്നെയാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതേപോലെ തന്നെയാണ് പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതും. അത് നമ്മൾ ആണുങ്ങൾ ചിന്തിക്കുന്നതാണ്. അത് എപ്പോഴും അവർ വെളിയിൽ പോയി ചെയ്യുന്നു, നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നു, ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല. പരമാവധി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ സഹായിക്കണം എന്നില്ല. അപ്പോൾ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാളെയും വിഷമിപ്പിക്കരുത്. ഒരാളെയും അങ്ങനെ വിഷമിപ്പിക്കരുത്. അതാ പറയാനുള്ളൂ. എനിക്കത് ഇപ്പം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നല്ലത് വന്നു, സങ്കടമോ വിഷമോ കരയാനോ എന്തൊക്കെയോ വന്നു. പക്ഷെ ഇതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം തീയൊരു കുറഞ്ഞെന്നല്ല, പൂർണ്ണമായി കുറച്ച് പോയി പറയാം. അപ്പോൾ ഇത്രയും എനിക്കിന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഹസ്ബൻഡും വൈഫായ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വർക്കായാലും എല്ലാം ഷെയർ ചെയ്ത് നല്ല രീതിക്ക് ഇരിക്കുക. ഒരാളും എന്താ പറയുക, ഭാര്യമാരിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. വാക്കുകൊണ്ട് 2 തല്ല് തന്ന ആ വേദന അപ്പോഴേ ഉണ്ടാവുള്ളൂ. അതപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവും. പക്ഷെ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.